ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നന്ദനം എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. റിയാക്ഷൻ വീഡിയോ ആരിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആർട്ടിസ്റ്റായിരുന്ന കൊല്ലം സുധി ചേട്ടൻ്റെ വൈഫ് സുധീനെ, പിന്നെ രേണു സുധീനെ കുറിച്ചുള്ള ഒരു റിയാക്ഷനാണ് വീഡിയോ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു 2-3 ദിവസം മുന്നേ ഒരു 4-5 ദിവസം മുന്നേ രേണു സുധീൻ്റെ ഒരു വീഡിയോ റിലീസായിരുന്നു. അത് ഒരു റീക്രിയേഷൻ വീഡിയോ ആണ്. ചാന്ത്കുട്ട് എന്നൊരു സിനിമയത്തെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്നുള്ളൊരു പാട്ടുള്ള വീഡിയോ ആണ് റിലീസായത്. അവരുടെ റീക്രിയേഷൻ വീഡിയോ ആണ്. അതിൽ പേരായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മളെ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞ ഒരാളാണ് പേരായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഓക്കെ, ആ വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോൻ്റെ അടിയിൽ വന്ന കമൻസ് കേട്ടാൽ എൻ്റെ പൊന്നോ, ഇങ്ങനെയും ആൾക്കാരുണ്ടോയെന്ന് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് ഇത് രേണുവിനോട് എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ, രേണു, നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കും. പലരും പോവും, പലരും വരും. പക്ഷെ അതൊന്നും നോക്കിയിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യുക വേണം. യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്, ഹാറ്റ്സ് ഓഫ്. ഓക്കെ, ജോലി ചെയ്ത് ജീവിക്കുക, അവനവൻ്റെ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അതിനനുസരിച്ച് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതിന് ഒരു കുറ്റവും ആർക്കും പറയേണ്ട ആവശ്യമില്ല. ഈ പറയുന്നവർ അവർക്കൊരു ജോലിയും തുറയില്ലാത്തവരാണ് ഈ പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് അത് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു ഞാൻ. ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, വീട് വെച്ചിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ ഗ്യാസിൽ തന്നെ നിറയില്ലല്ലോ, അങ്ങനെ എന്തോ സംഭവം കൂട്ടി പറയുന്നുണ്ട്. സത്യമാണ്, ഒരു വീട് വെച്ചിട്ട് വീട് കഷ്ണാക്കി മുറിച്ചിട്ട് വിറ്റ് ജീവിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? അകത്തേക്ക് എന്തെങ്കിലും ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വേണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന വേണം. കണ്ടവരെ ഇതിൽ ജോലി ചെയ്യുന്ന വേണം. ചിലപ്പോൾ അവനവൻ്റെ ബിസിനസ് ചെയ്യാൻ പറ്റും, നല്ലത്, വളരെ നല്ലത്. ഇല്ലെങ്കിൽ ചിലവരുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. എന്തായാലും പൈസ ശമ്പളം കിട്ടും. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ജോലിയല്ലേ, ജോലി അവനവൻ്റെ പ്രൊഫഷൻ, അതിനൊരു മൂല്യം എന്തായാലും ഉണ്ട്. ഈ പറയുന്ന കമൻസ് ഇടുന്ന ഒറ്റൊരുത്തന്മാരും സഹായിക്കാനും ഉണ്ടാവില്ല, പിന്നെ ചെയ്യാനും ഉണ്ടാവില്ല. പിന്നെ എന്താ പറയുക, എന്തിനിപ്പോൾ കമൻസ് ഇടുന്നവരെ വിട്ടു നിൽക്കി. ഈ പറഞ്ഞ റിലേറ്റീവ്സ് പോലും അഭിപ്രായം പറഞ്ഞ് മാറി നിൽക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് രേണുവിനോട്, യു ഹാവ് ഡൺ എ ഗുഡ് ജോബ് രേണു, ഹാറ്റ്സ് ഓഫ് ടു യു. നന്നായിട്ട് വർക്ക് ചെയ്യണം. ഇനിയും ഇങ്ങനത്തെ വർക്ക്സ് കിട്ടിയാൽ അത് ചെയ്യുന്ന വേണം. അതൊരു പ്രൊഫഷനാണെന്നുള്ള എന്താ പറയുക, മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ആർക്കും ഇല്ലാത്ത ആൾക്കാരാണ്. ഓക്കെ, അതുകൊണ്ട് അതൊന്നും പ്രശ്നമാക്കണ്ട. ഇത് മാത്രമാണ് എനിക്ക് പറയാൻ തോന്നിയത്. നന്നായിരിക്കട്ടെ. താങ്ക് യു.